കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ ഏറെ പിടിച്ചുലുക്കിയ സംഭവമായിരുന്നു സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം. ഏറെ ദുരൂഹതയും ചോദ്യങ്ങളുമായിരുന്നു അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉയർത്തിയത്. 2002 ജൂലൈ 1 ശിവഗിരി മഠാധിപതിയും ആത്മീയാചാര്യനുമായിരുന്ന ശാശ്വതികാനന്ദയുടെ വിയോഗവാർത്ത ലോകം അറിയുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന്റെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സ്വാമി പെരിയാറിൽ മുങ്ങിമരിച്ചു എന്നായിരുന്നു വാർത്ത. കുളിക്കാനായി പുഴയിലേക്കിറങ്ങിയ സ്വാമി കാൽതെറ്റി വീണ് മുങ്ങിമരിച്ചുവെന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ. എന്നാൽ നീന്തലിൽ വിദഗ്ധനായ സ്വാമിയുടെ മുങ്ങിമരണത്തെക്കുറിച്ചുള്ള വാർത്ത ഏറെ അവിശ്വസനീയതയോടെയാണ് അന്ന് കേരളം ശ്രവിച്ചത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ഔദ്യോഗിക ആവശ്യാർത്ഥം ഗൾഫ് നാടുകളിലെത്തിയ സ്വാമി ആ സന്ദർശനം വെട്ടിച്ചുരുക്കിയായിരുന്നു തിരുവനന്തപുരത്ത് എത്തിയത്. പിറ്റേന്ന് രാവിലെ 9 മണിയോടെ ആശ്രമത്തിലെത്തിയ സ്വാമിക്കായി ശിഷ്യർ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാമിയെ കാണാതാകുന്നതും മരണവാർത്ത എത്തുന്നതും. തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായിരുന്ന ശശിധരൻ പിന്നീട് ഗുരുദേവ ദർശനങ്ങളിൽ ആകർഷനായി സന്യാസദീക്ഷ സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് 1984 തെരഞ്ഞെടുപ്പിലാണ് ശാശ്വതികാനന്ദ ശിവഗിരി മഠത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. SNDPയുടെയും മഠത്തിന്റെയും പേരിൽ നടക്കുന്ന അഴിമതികളെ നിശിതമായി വിമർശിച്ച ശാശ്വതികാനന്ദ മഠത്തിനകത്തും പുറത്തും നിരവധി ശത്രുക്കളെ സമ്പാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരണം അസ്വാഭാവികമാണ് എന്ന സംശയമുണ്ടായതും അന്വേഷണത്തിനായി നിരവധി ആവശ്യങ്ങൾ ഉയർന്നതും. എന്നാൽ അതൊക്കെയും നിലയില്ലാ കഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. ദശാബ്ദങ്ങൾക്ക് ശേഷമുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകളും സംഭവവികാസങ്ങളും വീണ്ടും ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ന്യൂസ് ഡെസ്ക്.